ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്തൊക്കെ കഴിച്ചെന്ന് നോക്കിയാലോ. രാവിലെ തന്നെ എണീറ്റ് വന്ന പാടെ കുറച്ച് വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത്. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയുടെ കൂടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദോശയും കുറച്ചധികം സാമ്പാറും കൂടെ എടുത്ത് കഴിക്കാൻ പോകണം കേട്ടോ. ഇന്ന് ഒരിടം വരെ പോകുന്നത് കൊണ്ട് 2 ദോശയിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കിയിട്ടുള്ളത്. ദോശയാണെങ്കിലും ഇഡലിയാണെങ്കിലും സാമ്പാറിൽ ഇങ്ങനെ മുങ്ങിത്തപ്പി കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. നല്ല തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഈ ചൂട് ചായ കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നേ. കൂടെ ഒരു ചൂട് ബജിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് കായ് ബജിയാണ്. അതിൻ്റെ കൂടെ ഒരു മൊരിഞ്ഞ പഴംപൊരിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ദേ ഇരിക്കുന്നു കൊഴുക്കട്ട. ഈ കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൊഴുക്കട്ടയാണ്. അകത്ത് ഈ ശർക്കരയും തേങ്ങയൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ നിന്നൊരു 2 എടുത്തങ്ങ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കറിയായിട്ട് രാവിലെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തലേ ദിവസം വെച്ച തേങ്ങ അരച്ച മീൻകറി പിറ്റേന്ന് ചൂടാക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ അടിപൊളി. അപ്പോൾ അത് തേങ്ങ അരച്ച മീൻകറി വെറ്റിച്ചതുണ്ടായിരുന്നു. പിന്നെ സൈഡായിട്ട് നെല്ലിക്ക അച്ചാറും പിന്നെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണം. പക്ഷെ മധുരത്തിനായിട്ട് പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ടൊരു പഴുത്ത മാങ്ങ മുറിച്ച് കഴിച്ചേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. അതുകൊണ്ട് നല്ല മധുരമായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴാണ് ചായ കുടിച്ചത്. ചായയുടെ കപ്പപ്പുഴുക്കും അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഉണ്ടായിരുന്നേ. അതിനോടൊപ്പം തന്നെ 2 സ്വീറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കപ്പ് പാലും കൂടെ കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി.